ഹലോ കൂട്ടുകാരെ, ആദർശിൻ്റെ നാനയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കിരൺ ആദർശിൻ്റെ കയ്യിൽ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കൊടുക്കുകയാണ് കേട്ടോ. അഭി തന്നെയാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, എത്ര ഭംഗിയായിട്ടാണ് അവൻ എല്ലാവരുടെ മുമ്പിൽ അഭിനയിച്ചത്, ഒന്നും അറിയാത്തതുപോലെ. പാവം, ആ നവ്യേനെ അവൻ ചതിക്കുകയായിരുന്നില്ലേ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അവിടെ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ മുതൽ അവൻ ആളെ സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അനഘയുടെ വീട്ടിലെ എൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചത് അവൻ തന്നെയാണ്. അവിടെ അനഘയുടെ ബന്ധുക്കളെന്ന് പറഞ്ഞുള്ള രണ്ടുപേരുണ്ടായിരുന്നല്ലോ, അവർ ഇവൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള ഗുണ്ടകളാകാനാണ് ചാൻസ്. പാവം ചന്തുമോളോട് പോലും ഞാനാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് അവൻ പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ക്രിമിനൽ മൈൻഡ് അവൻ്റേത്. എന്നെ ഈ കേസിൽ പ്രതിയാക്കാനായിട്ട് അവൻ എന്തുമാത്രം ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അതും പറഞ്ഞ് അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് എത്ര ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് നിനക്കറിയാവോ? എനിക്കും ബലമായ സംശയം ആ അനഘയുടെ അവസ്ഥയ്ക്ക് ഇവൻ തന്നെയായിരിക്കും കാരണമെന്നുള്ളതാ. സത്യം പുറത്തു പറയാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് ആ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അവൾ കോമാ സ്റ്റേജിലേക്ക് പോകുന്നതും അവൾ മരിച്ചു എന്ന് വരെ കരുതിയതാ എല്ലാവരും. ആ ഒരു സമയത്തും തന്നെ അബിയുടെ ഒരു ഇടപെടൽ ഇതിലുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഇല്ലാതെയില്ല. അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ ഫോൺ കട്ടായെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. അപ്പോൾ അത് അഭി തന്നെ ചെയ്യിപ്പിച്ചതായിരിക്കും എന്നിങ്ങനെ ആദർശ് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, അതിലൊരു സംശയവും വേണ്ട, അതങ്ങനെ തന്നെയായിരിക്കും. അവൻ പക്ക ഫ്രോഡാണ്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ മുത്തശ്ശൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ജലജ അപ്പച്ചീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവരെ ഏറ്റെടുത്തതോടുകൂടി തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. വല്ല അനാഥാലയത്തിലുമായിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ പാഠം പഠിച്ചേനെ. ആ പാഠത്തിൽ നിന്ന് അവരുടെ മകൻ നല്ല രീതിക്ക് തന്നെ വളരുകയും ചെയ്തേനെ. ഇതിപ്പോൾ സർവ്വ ആർഭാടങ്ങളുടെയും സൗകര്യങ്ങളുടെയും നടുക്കൊണ്ട് ഇട്ടുകൊണ്ടായിരിക്കും അവൻ ഈ അഹങ്കാരമൊക്കെ എന്നൊക്കെ ഞാൻ കിരൺ പറയുകയാണ്. അതെ, അത് നീ പറഞ്ഞത് 100% ശരിയാണ്. എത്ര കൊണ്ടാലും അവൻ പഠിക്കത്തില്ല. അവൻ അവൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ പറയുന്നതൊന്നും അവൻ വക പോലും വെക്കത്തില്ല. അവൻ്റെ അമ്മയും ഒട്ടും മോശമല്ല. ഞാൻ പറഞ്ഞില്ലേ, നൂലുകെട്ടിൻ്റെ അന്ന് പോലും എന്തൊക്കെ പറഞ്ഞാണ് അവർ ബ്ലാക്ക്മെയിൽ ചെയ്തതെന്നറിയാവോ? നവ്യോടും അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നൂലുകെട്ടിന് പോയെന്ന് നവ്യ എന്നെ മൈൻഡ് ചെയ്തേ ഇല്ല. അവിടെ വെച്ചിട്ട് ജലജപ്പച്ചയും ചെറിയമ്മയും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നയന എൻ്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം. എന്തായാലും ഈ റിസൾട്ട് ഞാനിപ്പോൾ കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും കിരൺ ചോദിക്കുന്നുണ്ട്, എല്ലടാ എന്താ നിന്റെ പ്ലാൻ? ഇത് കൊണ്ടുപോയി എല്ലാവരെയും കാണിക്കാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണ്ടേ, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലേ ഇത്ര നാൾ വെയിറ്റ് ചെയ്തിരുന്നത്. എല്ലാവരും കാണിക്കണം, എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം, ഈ സത്യങ്ങളെ എല്ലാവരെയും അറിയിക്കണം, എൻ്റെ കൈകൾ അശുദ്ധമല്ലെന്ന് എനിക്ക് തെളിയിക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും കിരൺ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളത് അവൾക്കറിയാം, അവൾ നിന്നെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നവ്യയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അവർക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്ന സമയമല്ലേ. ഈ സമയത്ത് ഇങ്ങനെ ഒരു റിസൾട്ട് അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോഴേക്കും അവൾ ചിലപ്പോൾ അത് വിശ്വസിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും നീ ഇപ്പം മുത്തച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അദ്ദേഹം പറയുമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എടുത്തു ചാടി ചെയ്യാതെ എല്ലാം സൗമ്യമായി ആലോചിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. അത് അവനെ ഓർത്തിട്ടൊന്നുമല്ല. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നവ്യയും നിൻ്റെ അമ്മായച്ചനും അമ്മായിയമ്മയും ഒക്കെ. അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും നീ നിൻ്റെ മുത്തച്ഛനോടും മുത്തശ്ശിയോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ കിരൺ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് അവിടുന്ന് റിസൾട്ടൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് നയനേനെയാണ് ആദ്യം കാണുന്നത്. എന്നിട്ട് ആദർശ് പെട്ടെന്ന് തന്നെ വന്ന് നയനേനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ, എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മൾ ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി, അഭി തന്നെയാണ് പ്രതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിൻ്റെ മനസ്സിലും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ സംശയം അങ്ങ് മാറി കിട്ടുമല്ലോ. ദേ, നമ്മൾ കാത്തിരുന്ന DNA ടെസ്റ്റിൻ്റെ റിസൾട്ടാണിത്. ചന്തുമോളുടെ അച്ഛൻ അഭിയാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ നമ്മുടെ നയന പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞില്ലേ ആദർശേട്ടാ, എനിക്ക് അവനെയായിരുന്നു നല്ല സംശയം ഉണ്ടായിരുന്നത്. അവൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് എത്ര നന്നായിട്ട് അവൻ നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ചത്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. പക്ക ഫ്രോഡാണ് അവൻ. ഈ ഒരൊറ്റ തെളിവുകൊണ്ട് തന്നെ അവനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആദർശേട്ടൻ നോക്കിക്കോ. അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, നീ എന്തായാലും ഇപ്പം ഇത് ആരോടും പറയാൻ നിൽക്കണ്ട, ഞാനെന്തായാലും ആദ്യം മുത്തശ്ശിയെ ഒന്ന് കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും കിരൺ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ ആദർശേട്ടാ എന്നിങ്ങനെ നയന ചോദിക്കുമ്പോഴേക്കും, അത് വേറൊന്നുമല്ല, ഇപ്പം നവ്യയ്ക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായതല്ലേ ഉള്ളൂ. ആ കുഞ്ഞുണ്ടായതിൻ്റെ സന്തോഷത്തിലാണ് നവ്യയും പിന്നെ നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ. അപ്പം ഇങ്ങനൊരു വിവരം അവരറിയുമ്പോഴേക്കും അവരത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് അറിയില്ലല്ലോ. പിന്നെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എന്നിരുന്നാൽ കൂടി മുത്തച്ഛൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാതെ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ അബിക്കിട്ടുള്ള പണി അത് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കും. അബി ചെയ്ത ഈ നെറികെട്ട പ്രവർത്തിക്കുള്ള തിരിച്ചടി എന്തായാലും നമ്മൾ കൊടുത്തിരിക്കും. പക്ഷെ അത് നിൻ്റെ അച്ഛനെയും അമ്മേനെയും നവ്യേനെയും ഒക്കെ ബാധിക്കാത്ത ഒരു രീതിയിൽ വേണം എല്ലാം കൊണ്ടുപോകാൻ എന്നാണ് കിരൺ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, എന്നാൽ ആദ്യം നമുക്ക് മുത്തച്ഛനുമായിട്ട് സംസാരിക്കാം, മുത്തച്ഛൻ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ചെയ്യാമെന്നൊക്കെയാണ് നയനയും പറയുന്നത്.
അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ആദ്യം ഇത് മുത്തച്ഛനോട് തന്നെ പറയാം, മുത്തച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരും ഈ ഒരു ചന്തുമോളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ഇവരെ കാണുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ആഹാ അതേ രണ്ടാളും എത്തിയല്ലോ, എന്താ രണ്ടുപേരും ഒന്നിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും സന്തോഷമുണ്ട് മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ കൊച്ചുമോനായ ഞാൻ മുത്തശ്ശനെ പിൻപറ്റി ജീവിക്കാൻ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് മുത്തശ്ശനെ അറിയാമല്ലോ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെന്താടാ മോനെ ഇപ്പം നീ അങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, മുത്തശ്ശൻ്റെ മനസ്സിൽ പോലും നേരിയ സംശയം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. അത് അങ്ങനെ അല്ലെന്നുള്ളത് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ. എൻ്റെ കൈകൾ അശുദ്ധമായിട്ടില്ലെന്നും എനിക്ക് ആ അബദ്ധം പറ്റിയിട്ടില്ലെന്നും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്വമല്ലേ മുത്തശ്ശ. അത് തെളിയിക്കാനായിട്ട് തന്നെ ഞാനും നയനയും DNA ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാ ഇപ്പം അതിൻ്റെ റിസൾട്ട് വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മുത്തശ്ശൻ ഇത് കാണുമ്പോഴേക്കും അഭിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേ മുത്തശ്ശ, എല്ലാം ചെയ്തത് അവനാണ്, ആ അഭി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നമ്മുടെയൊക്കെ മുമ്പിൽ അവൻ നാടകം കളിക്കുകയായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ കാര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട്, മുത്തശ്ശി, ചന്തുമോളുടെ അച്ഛൻ അഭിയാണ്. DNA ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് മുത്തശ്ശൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഈ കേൾക്കുന്ന സത്യമാണോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും അതേ മുത്തശ്ശി, സത്യം തന്നെയാ. അവൻ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ഇതിൻ്റെ പേരിൽ അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒരുപാട് കാശ് മേടിച്ചിട്ടുണ്ട്. അനഘയുടെ ഈ അവസ്ഥയ്ക്കും കാരണം അവൻ തന്നെയാ. പാവം ചന്തുമോൾ, സ്വന്തം മോളെപ്പോലും അവൻ ഇതിന് കരുവാക്കി എന്നുള്ളതാണ്. എല്ലാവരോടും അവൻ എന്നെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. മനഃപൂർവ്വം എൻ്റെ മേലിൽ കരിവാരി തേക്കുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം. എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ കിട്ടിയ അവസരമായിരുന്നല്ലോ അവന്. അവൻ അത് ശരിക്കും മുതലാക്കുകയും ചെയ്തു എന്നൊക്കെ ഞാൻ പറയുമ്പോഴേക്കും മുത്തച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലും ആദ്യം മുതലേ ഈ ഒരു സംശയം ഉണ്ടായിരുന്നു മോനെ. എങ്കിലും എത്ര പെർഫെക്റ്റായിട്ട് അവൻ എല്ലാവരുടെ മുമ്പിൽ അഭിനയിച്ച് തകർത്തത്. അവൻ്റെ നാടകങ്ങളി അത് വിദഗ്ധമായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ അവൻ എത്ര സമർത്ഥനായിട്ടാണ് അഭിനയിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിന്നെ എല്ലാവരും സംശയിച്ചു, നിന്റെ അമ്മ പോലും നിന്നെ തല്ലി. അനഘയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും കാരണം അഭി തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല മുത്തശ്ശ, ഇതിൻ്റെ പിന്നിലും അവൻ തന്നെ ആയിരിക്കും. എല്ലാത്തിലും പഠിച്ച് കള്ളനാ അവൻ. അനഘയുടെ വായിന്ന് ഈ സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അനഘയെ ഇപ്പം ഈ അവസ്ഥയിൽ അവൻ ആക്കിയേക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് ആദർശ്. അല്ല ആദർശ്, നിന്റെ തീരുമാനം എന്താ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഞാനും അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നത്. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അവരെല്ലാവരും. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പം ഇനി അവളെങ്ങനെ പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ചോദിക്കാമെന്ന് ഓർത്ത് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എൻ്റെ ആദർശേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് എനിക്ക് തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നവ്യേച്ചി ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അഭിയെ വിട്ടിട്ട് പോകും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മുത്തശ്ശ. കാര്യത്തിൽ എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയുന്നില്ല. ചേച്ചി ഇതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും എന്നെപ്പോലെ ക്ഷമിക്കാനും സഹിക്കാനുള്ളൊരു മനസ്സ് നവ്യേച്ചിക്കില്ല. അതുകൊണ്ട് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോഴേക്കും തന്നെ മുത്തശ്ശന് കുടിക്കാനുള്ള ചായയായിട്ട് നമ്മുടെ ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ദേവാനി പറയുന്നുണ്ട്, ആഹാ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, എന്ത് പറ്റി, എന്താണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നയനയോടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് നമ്മുടെ മുത്തശ്ശൻ ദേവാനിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദേവാനി അത് നോക്കുമ്പോഴേക്കും തന്നെ ദേവാനിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ടെസ്റ്റിൻ്റെ അബിയുടെ പേര് കാണുമ്പോഴേക്കും ദേവാനി ഉടനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചന്തുമോളുടെ അച്ഛൻ അബിയാണോ എന്ന്. അതെ അമ്മേ, ചന്തുമോളുടെ അച്ഛൻ അബി തന്നെയാണ് എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. അബിയാണ് അനഘയെ ചതിച്ചത്. അനഘേനെ മാത്രമല്ല, അവൻ്റെ സ്ഥിരം തൊഴിലായിരുന്നല്ലോ ഇത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ ചതിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് എൻ്റെ ചേച്ചിയും എന്ന് ഈ പറയുന്ന അനഘയും ഒക്കെ. അനഘയെ മാത്രമാണ് അവന് കുട്ടിയുണ്ടായത്. ആ കുട്ടിയെ അബോർഷൻ ചെയ്യാൻ അവൾ തയ്യാറായില്ല. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവൾ അത് അംഗീകരിച്ചില്ല. അങ്ങനെയാ അവൾ ആ കുഞ്ഞിനെ ഗർഭിണിയായ സമയത്ത് ഗൾഫിലേക്ക് പോകുന്നത്. ആ കുട്ടിയെ പ്രസവിച്ച് ഇത്രയും കാലം അവിടെ തന്നെയായിരുന്നു അവൾ. അവസാനം തനിക്കിനി ഒരുപാട് നാൾ ആയുസില്ലെന്ന് മനസ്സിലാക്കി അവൾ തൻ്റെ കുഞ്ഞിനെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്ന സമയത്ത് പോലും ഒരുപാട് തവണ അബിയോട് പറഞ്ഞു നോക്കിയിട്ടും അവസാനം രക്ഷയില്ലാന്ന് കണ്ടപ്പോഴാണ് ആ കുട്ടി അവസാനം മുത്തശ്ശനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ആ സത്യങ്ങളൊക്കെ മുഴുവനായിട്ട് മുത്തശ്ശിയോട് പറയുന്നതിന് മുമ്പ് തന്നെ അപകടം സംഭവിക്കുകയായിരുന്നു. അതിലും അവൻ കൃത്രിമം കാണിക്കുകയായിരുന്നു ഈ അബി. അന്ന് ആ വീട്ടിൽ കണ്ട ഫോട്ടോ ഒക്കെ അവൻ തന്നെ സെറ്റ് ചെയ്തതാ. അവിടെ നിന്ന് ബന്ധുക്കളെന്ന് പറഞ്ഞ് ആ 2 പേര് അബി സെറ്റ് ചെയ്തിട്ടുള്ള ഗുണ്ടകൾ തന്നെയായിരുന്നു. അല്ലാതെ അവളുടെ ബന്ധുക്കളൊന്നുമല്ല. അവരാണ് ഈ പറഞ്ഞ നാടകങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തത്. ചന്തുമോളുടെ മനസ്സിലേക്കും ആദർശേട്ടനാണ് അച്ഛനെന്ന് കുത്തിവെച്ചു കൊടുത്തതും ഈ അബി തന്നെയാണ്. എല്ലാത്തിനും പിന്നിലെ അബിയാണ്. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ എൻ്റെ ആദർശേട്ടനെ കുറ്റം പറഞ്ഞ് നടക്കുകയായിരുന്നു അവൻ. ഇതിൻ്റെ പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് അവൻ എത്ര രൂപയാണ് മേടിച്ചത്?
എന്നിട്ട് ഇപ്പോഴും അവൻ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ഇതൊക്കെ കേൾക്കുന്ന ദേവയാനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നുണ്ട്. കാരണം സത്യങ്ങൾ അറിയാതെ ആദർശിനെ അന്ന് തല്ലുകയൊക്കെ ചെയ്തല്ലോ. ആ ഒരു വിഷമത്തിൽ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ആണോടാ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്നിങ്ങനെ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, മോനെ അമ്മയോട് നീ ക്ഷമിക്കും മോനെ. പെട്ടെന്ന് ഇതൊക്കെ കേട്ടപ്പോഴേക്കും നീയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് കേട്ടപ്പോഴേക്കും ഞാനത് വിശ്വസിച്ചു പോയി. നീ എന്നോട് ക്ഷമിക്കടാ മോനെ. നിന്റെ ഭാര്യയുടെ ആ ഒരു വിശാല മനസ്സ് പോലും എനിക്ക് തോന്നിയില്ല. ചന്തുമോള് പോലും നിന്നെ അച്ഛാന്ന് വിളിക്കുന്ന കേട്ടപ്പോഴേക്കും എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ലടാ മോനെ. നിന്റെ ഭാര്യയുടെ ആ ഒരു വിശാല മനസ്സ് പോലും എനിക്ക് നിന്നോട് തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവാനെ ഇരുന്ന് കരയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, സാരമില്ലമ്മേ, അതൊക്കെ വിട്ടുകള. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ മുത്തച്ഛന് പോലും എന്നിൽ നേരിയൊരു സംശയം ഉണ്ടായിരുന്നു. അന്ന് അവിടെ നടന്ന സിറ്റുവേഷനൊക്കെ കണ്ടിരുന്ന ആരാണെങ്കിലും സംശയിച്ചു പോയേനെ. ഇതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോഴുള്ള അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അമ്മയുടെ മനസ്സിൽ എന്താണ് തോന്നിയത് അത് അമ്മ പറഞ്ഞു. നയനെ ഞാൻ വഞ്ചിച്ചു എന്ന് ഓർത്തിട്ടല്ലേ അമ്മ എന്നോട് ഇത്ര മോശമായിട്ടൊക്കെ പെരുമാറിയത്. ഒന്നും സാരമില്ലമ്മേ. എന്തായാലും എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് നിങ്ങളെയൊക്കെ അറിയിക്കേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിനെയും അമ്മേനെയും നയനേനെയും എല്ലാ കാര്യങ്ങളും അറിയിച്ചു. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. പിന്നെ എനിക്കും അറിയാം ഞാൻ ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം. പിന്നെ ഇളയച്ചനോടും അച്ഛനോടൊക്കെ അമ്മ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നിങ്ങനെ ആദർശം പറയുന്നുണ്ട്. എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ ആയി മുത്തശ്ശ. ഇത്രയും ദിവസം ഞാൻ എങ്ങനെയാണ് തീ തിന്നോണ്ട് നടന്നതെന്ന് എനിക്കേ അറിയാവുള്ളൂ. നേരവണ്ണം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കിടന്നാൽ ഉറക്കവും വരില്ല. ഓഫീസിൽ പോലും നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ വളരെ ഹാപ്പിയായി. ഇനി എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ സാധിച്ചു. ഇനി എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ആ ജലജയ്ക്കിട്ട് വേണം നല്ല മറുപടി കൊടുക്കാൻ. എൻ്റെ മകൻ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവൾ എന്തുമാത്രം എന്നെ കളിയാക്കിയത്. ഇനി ധൈര്യമായിട്ട് എനിക്ക് അവളെ കൊണ്ടുപോയി കാണിക്കാം. അവളുടെ മകൻ ആ തെറ്റ് ചെയ്തെന്നുള്ളത് എനിക്ക് കാണിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് വേണ്ട ദേവയാനി, അത് ശരിയാവില്ല എന്ന്. അതെന്താ അച്ഛാ ശരിയാവാത്തത് എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ നവ്യമോൾ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ അവർക്കൊരു കുഞ്ഞുണ്ടായതിൻ്റെ സന്തോഷത്തിലാണ് അവരും. ഈ സംഭവമൊക്കെ അറിഞ്ഞാൽ പിന്നെ അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആദർശ് തെറ്റ് ചെയ്യില്ല എന്നുള്ളത് നയനയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടി അവനെ വിശ്വസിച്ചത്. പക്ഷേ അബിയുടെ കേസിൽ അങ്ങനെയല്ല. അബി തെറ്റ് ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ ഒരു 2-3 മാസം കൊണ്ടല്ലേ അബിയിൽ ചെറിയ തോതിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയത്. അവൻ്റെ അഭിനയത്തിനൊക്കെ ഇത്ര ആയുസേ ഉള്ളൂ. അവൻ എത്രയൊക്കെ നന്നായിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞാലും അവൻ്റെ തനി സ്വരൂപം പുറത്തു വരും. എന്തായാലും ഇപ്പം ഈ റിസൾട്ട് ജലജയെ അറിയിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും, എന്നാലും അച്ഛാ അവരെല്ലാം പറയുന്നത് കേട്ട് ഞാൻ എങ്ങനെ സമാധാനത്തോടിരിക്കും. ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ മോനെ ഓരോ നിമിഷവും അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ കാണിക്കുന്നത് പോട്ടെ, പക്ഷേ നവ്യയോട് ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? നവ്യ എന്തിനാണ് ഇവനോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത്? അബി നവ്യനെ വെറുത്തപ്പോൾ പോലും ആദർശാണ് എല്ലാം അറിഞ്ഞ് അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ ഒരു നന്ദി പോലും ഇപ്പം അവൾ കാണിക്കുന്നില്ല. അബി പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചിട്ട് ആദർശിനെ അവൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആദർശനോട് ഒരു ബഹുമാനവും കാണിക്കുന്നില്ല. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അവൾ ആദർശിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, സാരമില്ല ദേവയാനി, അതൊന്നും നീ കാര്യമാക്കണ്ട. ഇതെല്ലാം ഒരു നിമിത്തമാണെന്ന് ഓർത്താൽ മതി. ഇപ്പം എന്തായാലും നമുക്ക് ആവശ്യം നവ്യമോളുടെ ജീവിതമാണ്. ആദർശന് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞു. സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ജലജയല്ലേ, അതൊരു വാ പോയ കോടാലിയാണ്. അവളും ജാനകിയും എന്ത് പറഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അവരൊരിക്കലും നന്നാകാനും പോകുന്നില്ല. എന്തായാലും ജയനെയും അജയനും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആദർശൻ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേന് സമാധാനമാവുന്നുണ്ട്, സന്തോഷമാവുന്നുണ്ട്. ആ ഒരു സമയത്ത് മുത്തച്ഛൻ ആദർശിന്റെ തോളിൽ കൈയിട്ടിട്ട് പറയുന്നുണ്ട്, എടാ മോനെ, നിന്റെ കൈകൾ ശുദ്ധമാണെന്നുള്ളത് നീ തെളിയിച്ചു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവണം. നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷം നിലനിൽക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ തന്നെ ആദർശ നയനയും അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ദേവാന്റെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ അജയനും ജയനും അനിയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവാനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും തന്നെ ജയൻ ചോദിക്കുന്നത്, എന്താടോ തനിക്ക് എന്താ പറ്റിയേ എന്നൊക്കെ, എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ നവ്യയും ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവരിങ്ങനെ സംസാരിക്കുന്നത് നവ്യ കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും അജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തിക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി ഇങ്ങനെ, ചന്തുമോളുടെ അച്ഛൻ ആദർശല്ലെന്ന് ആദർശ് നയനെ 100 തവണ പറഞ്ഞെങ്കിലും ഞാനത് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദർശിന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് നയനമോള് ആദർശിന്റെയും അബിയുടെയും ചന്തുമോളുടെയും കൂടെ DNA ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ആയപ്പം കിട്ടിയത്. അപ്പോഴേക്കും തന്നെ അതിന്റെ റിസൾട്ട് നമ്മുടെ ദേവാനും ജയന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ജയൻ അത് തുറന്ന് നോക്കുമ്പോഴേക്കും തന്നെ അബിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അത് കേൾക്കുന്ന നമ്മുടെ അജയനും അനിയും ഞെട്ടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നവ്യയ്ക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. അവളിങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ദേവാനി പറയുന്നുണ്ട്, അതേ ജയേട്ടാ,
അബിയുടെ കുട്ടി തന്നെയാണ് ചന്തുമോള്. അബിയും അനഘയും തമ്മിൽ 6-7 വർഷം മുമ്പ് മോൾ പ്രണയത്തിലായിരുന്നു. ആ ആ ഒരു ബന്ധത്തിലുണ്ടായ കുട്ടിയായിരുന്നു ചന്തുമോള്. അനഘയുമായിട്ട് പ്രേമിച്ച് നടന്നപ്പോൾ ഉണ്ടായ ഒരു അബദ്ധത്തിന്റെ ബലമാണ് ചന്തുമോള്. എന്നിട്ടും ആ കുട്ടിയെ ഏറ്റെടുക്കാൻ അബി തയ്യാറായില്ല. അങ്ങനെയാണ് ആ കുട്ടി ഗൾഫിലേക്ക് പറഞ്ഞതും. പിന്നെ എന്തോ മാരകമായ അസുഖത്തെ തുടർന്നിട്ടാണ് ആ കുട്ടി തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. താൻ മരിക്കുമെന്ന് ഉറപ്പായപ്പോഴേക്കും തൻ്റെ കുഞ്ഞിനെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ആ കുട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ അബി അപ്പോഴും ആ കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാന നിമിഷം ആ കുട്ടി അത് അച്ഛനോട് വിളിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേക്കുമാണ് ആ കുട്ടി അപകടത്തിലാവുന്നതും. പിന്നെ ആ കുട്ടിയുടെ വായിൽ നിന്ന് സത്യങ്ങളൊന്നും പുറത്തു വന്നില്ലല്ലോ. പിന്നെ ആ കുട്ടി ആദർശിൻ്റെതാണെന്ന് വരുത്തി തീർക്കാനായിട്ട് അബി കളിച്ച നാടകമാണ് ഇത്രയും. അന്ന് ആ കുട്ടിയുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളും ആ പിഞ്ചു കുഞ്ഞായ ചന്തുമോളുടെ മനസ്സിലേക്ക് ആദർശാണ് തൻ്റെ അച്ഛനെന്ന് കുത്തി നിറച്ചു കൊടുത്തതും എല്ലാം ഈ അബിയാണ്. എല്ലാം ഈ നെറിയട്ട പ്രവൃത്തികളെല്ലാം ചെയ്തിരിക്കുന്നത് അബിയുടെ നാടകമാണ്. അവൻ എത്ര സമർത്ഥനായിട്ടാണ് ഈ നാടകം അപ്പടിയും ആടി തീർത്തത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അതുമാത്രമാണോ, ഇതും പറഞ്ഞ് ആദർശിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്തോരം കാശാണ് അവൻ മേടിച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവാനി പറയുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് അബിയുടെ കുഞ്ഞാണോ എന്നുള്ളത്. പക്ഷെ ഒരു തെളിവില്ലാത്തതിൻ്റെ പേരിൽ ആരും അതിനെ അങ്ങനെ കൂടുതൽ മൈൻഡ് ചെയ്തില്ല. ഇത് എല്ലാവരെയും അറിയിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ജയൻ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ദേവാനി പറയുന്നുണ്ട്, അത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നവ്യയുടെ കാര്യം. അവളിപ്പം വന്നതല്ലേ ഉള്ളൂ. എൻ്റെ ഭർത്താവിൽ ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. തന്നെയും കുഞ്ഞിനെയും ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയാണ് ആ കുട്ടി ഓർത്തുകൊണ്ടിരിക്കുന്നത്. അബിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയുമ്പോഴേക്കും അവൾ ഉറപ്പായിട്ടും അവനെ ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറാകും. ആ ഒരു സംഭവമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശനും ആദർശും കൂടെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആദർശ് ഇപ്പോൾ പറയുന്നത് ഇതൊന്നും അങ്ങനെ ആരെയും അറിയിക്കേണ്ടെന്നാണ്. നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അവൻ്റെ നിരപരാധിത്വം. ബാക്കിയുള്ളവർ കളിയാക്കുന്നെങ്കിൽ കളിയാക്കിക്കോട്ടെ. പക്ഷേ എന്നാൽ അവൻ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് ഈ വീട്ടിൽ. അവർ സത്യാവസ്ഥ മനസ്സിലാക്കണം. അവൻ്റെ കൈകൾ ശുദ്ധമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നേ ഉള്ളൂ അവന്. അവൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നയനമോളും. അവളുടെ ചേച്ചിയുടെ ജീവിതമല്ലേ ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് അവളും അതിനെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും വേറെ ആരോടും പറയേണ്ടെന്നാണ് അവർ തീരുമാനിച്ചേക്കുന്നത്. നവിയുടെ ജീവിതവും ഇല്ലാതാകരുതെന്നാണ് നയനയുടെ ആവശ്യം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളായിട്ട് ഈ കാര്യം ആരോടും തന്നെ പറയാൻ നിൽക്കണ്ട. എന്തായാലും ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയായിരുന്നു. അതിപ്പോൾ ഉറപ്പുമായി. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് അവൻ എന്നെ തെളിയിച്ച് കാണിച്ചു. ഇപ്പോഴെന്തായാലും നവ്യയുടെ മനസ്സിൽ അബിക്ക് നല്ല സ്ഥാനമുള്ളത്. കാരണം ഇപ്പം അവളെ പറ്റിക്കുകയല്ല, അവളെയും കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു ധാരണ അവൾക്കും ഉണ്ട്. അതെന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവളെയും അവളുടെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നത് കളവാണെന്നറിഞ്ഞാൽ അവളുടെ മനസ്സ് തകർന്നു പോകും. അത് നമ്മൾ കാരണം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ തന്നെ ദേവി പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ആദർശേട്ടൻ തെറ്റ് ചെയ്യുന്നില്ലെന്നുള്ള കാര്യം. അമ്മായിയ ആദർശേട്ടനെ വിശ്വസിക്കാതെ ആദർശേട്ടനെ തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ ആരും ഇതൊന്നും ആരോടും പറയാൻ നിൽക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും അവൻ്റെ അഹങ്കാരം ചില്ലറയല്ലായിരുന്നു. അവനിട്ട് 2 പൊട്ടിക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ആനി പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നവ്യ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ എന്താ മോളെ എന്നിങ്ങനെ ദേവാന ചോദിക്കുമ്പോഴേക്കും, മോളെ എന്ത് പറ്റും മോളെ, മോൾ എന്തിനാ കരയുന്നതെന്നൊക്കെ ഇങ്ങനെ ദേവാനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, നിങ്ങളിവിടെ സംസാരിച്ചതല്ല ഞാനിവിടെ കേട്ടായിരുന്നു. ആ റിസൾട്ട് മേടിച്ച് നോക്കിയിട്ട് നവ്യ പറയുന്നുണ്ട്, ആ വൃത്തികെട്ടവൻ ആ ചതിയൻ എന്നെ ചതിച്ചു. ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചായിരുന്നു. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുകയാണെന്ന് കരുതി ഞാൻ ഒരുപാട് അഹങ്കരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തു. ആ സന്തോഷത്തിന് ഒട്ടും ആയുസില്ലാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അബി ഒരു പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. എന്നാൽ അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോഴേക്കും ദേവാനി പറയുന്നുണ്ട്, മോളെ ഇത് ഇപ്പോഴെങ്കിലും സംഭവിച്ച തെറ്റല്ല, ഒരു 5-6 വർഷം മുമ്പ് സംഭവിച്ച തെറ്റല്ലേ. മോള് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവൻ പിന്നെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മോൾ അതൊക്കെ ക്ഷമിക്ക്. മോളും കുഞ്ഞും ഒരിക്കലും ഇവിടുന്ന് പോകരുത്. അതാർക്കും സഹിക്കാൻ പറ്റത്തില്ല. മോൾ ഇവിടുന്ന് അവനോട് പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തെ തന്നെ ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവാനി പറയുമ്പോഴേക്കും, ഇല്ല ഞാൻ ഒരിക്കലും അവനോട് ഇതിന് ക്ഷമിക്കില്ല. അവൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഞാനത് അതിൽ ചോദിക്കാതിരുന്ന അവൻ പിന്നെ ആ തെറ്റ് ആവർത്തിക്കുകയുള്ളൂ. എന്നായാലും ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ മാത്രം ഞാൻ ഇവിടുന്ന് പോയാൽ പോരെ. ഇപ്പം ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് അവനില്ലേ. അപ്പം അവനാണ് ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത്. എന്നെ മാത്രമല്ലല്ലോ, ആ കുട്ടീനെ അവൻ വഞ്ചിച്ചില്ലേ. അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ പറയുകയാണ് കേട്ടോ.